പാർട്ടിയുടെ 24ാം കോൺഗ്രസിൻ്റെ മുന്നോടിയായി നടന്ന സംസ്ഥാന സമ്മേളനം വരെയുള്ള സമ്മേളന പരിപാടികളെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാവാൻ പോവുകയാണ് 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനം. 1956 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ കേരളം രൂപം കൊണ്ടാൽ കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ജൂൺ മാസം ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സമ്മേളനം വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കിയാണ് 1957 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രന്മാരും ചേർന്ന് ഒരു ഗവൺമെൻറ് ലോകത്തിലാദ്യമായിട്ട് രൂപീകരിക്കുന്നു. അതുപോലെ കൊല്ലം സമ്മേളനം ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സമ്മേളനത്തിൻ്റെ സാധാരണ അജണ്ടയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തെ പുതുക്കി പണിയാൻ, ഒരു നവ കേരളം സൃഷ്ടിക്കാൻ, വികസിതവും അർദ്ധവികസിതവുമായ 400 വർഷക്കാലത്ത് വികാസം നേടിയിട്ടുള്ള ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന ഒരു രേഖ അവതരിപ്പിക്കുകയും അത് വിശദമായ ചർച്ചയ്ക്ക് ശേഷം സമ്മേളന നടപടിയുടെ ഭാഗമായിട്ട് തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുക. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 2ാം ടേം പൂർത്തിയാക്കാൻ പോകുന്നു. അതിൻ്റെ 4ാം വാർഷികം വരുന്ന ഏപ്രിൽ മാസം 20-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 30-ാം തീയതി സമാപിക്കാൻ പോവുക. അത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു 3ാം LDF ഗവൺമെൻറ്റിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ മുന്നേറ്റം ഈ കേരളത്തിൽ നേടിയെടുക്കുന്നതിനു വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ ആരോഗ്യകരമായ ഒരു സമ്മേളനമായിരുന്നു കൊല്ലം സമ്മേളനം. ആ കൊല്ലം സമ്മേളനത്തിൽ നിന്ന് വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എനിക്ക് കണ്ണൂർ എന്ന് പറയുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും ആവേശം നൽകുന്ന ഒരു നാമമാണ്. ആ കണ്ണൂരിൻ്റെ മണ്ണിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സ്വീകരണ പരിപാടിക്ക് പാർട്ടിയെ കൂടുതൽ ശക്തിയുള്ള, കരുത്തുറ്റ, ഉൾക്കരുത്തുള്ള, മൂല്യമുള്ള പ്രസ്ഥാനമാക്കി രൂപപ്പെടുത്താൻ സഹായകരമായ രീതിയൊന്നാവുമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക.